Ladies and gentlemen, Malayalis, Vrusshabha. ഞാൻ ടീസർ ഓൾറെഡി ചെയ്തതാണ്. ട്രെയിലർ റിയാക്ഷൻ ഓൾറെഡി എൻ്റെ കസിൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ടൊന്നും കാണാൻ അവസരം കിട്ടിയില്ല. പക്ഷേ ഐ തിങ്ക് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഫ്രം ദ ടീസർ ആൻഡ് ടു ദ ട്രെയിലർ. കാരണം ടീസറിൽ നല്ല ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ കൊടുത്തിരുന്നത്. എനിക്കും പേഴ്സണലി ഐ വാസ് നോട്ട് ഹാവിങ് ലോട്ട് ഓഫ് ഹോപ്പ് ഫോർ ദ ടീസർ. പക്ഷേ ട്രെയിലറിലെ ആൾക്കാരുടെ ഒപ്പീനിയൻ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. So that kind of intrigues me a little bit. Trailer honestly I was not very sure about watching the trailer, but now that there's a difference in opinion, I want to check it out kind of really. Hope a movie ആയിരിക്കും ഇല്ലേ ഒന്ന്. So this is Vrusshabha official trailer Mohanlal Nanda Kishore 25th December. That is on Christmas. Very interesting. Hopefully this is actually not going to be a bad one. I think 2025 മോഹൻലാൽ 2 മൂവീസ് ആണുള്ളത്. ഒന്ന് ബബ്ബ, 2 ഇത് ഡിസംബറിൽ ഈ മാസം. ബബ്ബ പറയുന്നില്ല. ഓക്കെ, ഞാൻ കണ്ടില്ല കേട്ടോ. എനിക്ക് കാണാനും ഓണസ്റ്റ്ലി വലിയ താല്പര്യമില്ല ഇപ്പോൾ. അത് സിനിമ പൊട്ടയാണ്ടല്ല, സിനിമ നല്ലതായിരുന്നെങ്കിലും എനിക്കിപ്പോൾ കാണണമെന്ന് അധികം തോന്നുന്നില്ല കാണാൻ, ടു ബി ഓണസ്റ്റ്. ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ഓൾസോ ലൈക്ക് ദ കോൺസെപ്റ്റ് ഐഡിയോളജി ഇൻ ദ മൂവി ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഐഡിയോളജി വെച്ചും ഐ എം നോട്ട് വെരി ഷുവർ ഇഫ് ഐ വോണ്ട് ടു വാച്ച്. ഇൻട്രസ്റ്റിംഗ്. തൻ്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണുന്നു. വാട്ട് യു കാന്റ് ഡിഫൈൻ, ദ ബ്രെയിൻ ഡിനൈസ്. Dude, these scenes are actually really good, to be honest. The brain denies. ബാഹുബലിയിലുള്ള പോലത്തെ ഷോർട്സ് ആണ്. വി ആർ ഫാമിലി വിത്ത് ദീസ് ഷോർട്സ്. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. It's purely reincarnation. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. ആന, കുതിര, തേര്, രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. Love so strong it defies. ഇത് മലയാള സിനിമ തന്നെയാണോ? സോ വൃഷഭ എനിക്ക് it is short in Telugu. I thought it was in Malayalam. Okay. കാരണം തെലുങ്കു ടച്ച് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. നന്ദ കിഷോർ, ദാറ്റ്സ് വൈ ഞാൻ ശരിക്കും വൃഷഭ മലയാളം എന്ന് വിചാരിച്ചത്. പൊട്ടൻ. ട്രെയിലർ ഇസ് ഗുഡ് ആക്ച്വലി. കുറേ VFXും മോഹൻലാലിൻ്റെ ഷോർട്സൊന്നും ഭയങ്കര നല്ലതായിരുന്നില്ല ടീസറിൽ. ഐ വാസ് ഹാവിങ് കൈൻഡ് ഓഫ് സീറോ ഹോപ്പ്. എനിക്കിപ്പോൾ ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ തുറന്നടിച്ച് എനിക്ക് നെഗറ്റീവ് പറയാൻ തോന്നുന്നതാണ് ഞാൻ പറയാത്തത്. പക്ഷേ ട്രെയിലർ ഗീവ്സ് മീ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഹോപ്പ്. പക്ഷേ ആ ഒരു തെലുങ്ക് എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു നോട്ട് തെലുങ്ക് എലമെൻറ്റ് ജെൻഡറിക്കായിട്ട് പറയാനല്ല, ബട്ട് ആ ഒരു ഹീറോയിക് ഒരു മാസ് സാധനം ഉണ്ടല്ലോ, ആ ഒരു എലമെൻറ്റ് നല്ല രീതിയിൽ നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇസ് ഗുഡ്. ദാറ്റ് ഈസ് ദ പാർട്ട് ദാറ്റ് ഐ എം റിയലി കൺസേൺഡ് അബൌട്ട്, ടു ബി ഓണസ്റ്റ്. അത് മാറ്റി വെച്ചാൽ ഐ തിങ്ക് ബാക്കി എല്ലാം ലുക്സ് ഗുഡ്. കാരണം ഈ വില്ലൻ്റെ ഡയലോഗൊക്കെ അവനെ എങ്ങനെയാണ് കൊല്ലേണ്ടത്, ആ ഒരു ഐറ്റമൊക്കെ നമ്മൾ കേട്ട് മടുത്ത സാധനങ്ങളാണ്, ടു ബി ഓണസ്റ്റ്. അതൊക്കെ മാറ്റി നിർത്തിയാൽ സം ഓഫ് ദ ഷോർട്സ്, സം ഓഫ് ദ
ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ഇറ്റ്സ് ഫൈൻ ആക്ച്വലി. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് ഗ്രേറ്റ്, ബട്ട് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് വാച്ചബിൾ. മ്യൂസിക് ഇസ് ഗുഡ്. സിനിമാറ്റോഗ്രഫി ഐ എം നോട്ട് കംപ്ലീറ്റ്ലി, കാരണം കുറച്ച് VFX ഒക്കെ ഡസ് നോട്ട് സീം ഓൺ പോയിൻറ്റ്. ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് ഇത് എനിക്ക് കുറച്ച് ലൂസിഫറൊക്കെ ഓർമ്മ വരുന്നു. മുണ്ട് മടക്കി എടുത്ത് ചവിട്ടുന്ന മോഹൻലാലിനെ നമുക്ക് എപ്പോഴും കാണാൻ ഇഷ്ടമാണ്. ആ ഒരു എലമെൻറ്റിലുള്ള മോഹൻലാൽ ഇസ് വെരി നൈസ്. പിന്നെ എനിക്ക് ബബ്ബയ്ക്ക് ശേഷം ചെറിയൊരു ഐ ഫീൽ എ ലിറ്റിൽ ഡിസപ്പോയിൻറ്റഡ് ടു ബി ഓണസ്റ്റ്. ബിക്കോസ് ഞാൻ ആദ്യം ബബ്ബയുടെ ട്രെയിലർ വന്നപ്പോൾ ഇതൊന്നും അധികം ആലോചിച്ചില്ല. പക്ഷെ ഒന്നിരുന്ന് ആലോചിച്ചപ്പോൾ ഐ എം ലൈക്ക് മാൻ, എന്തൊക്കെ പറഞ്ഞാലും അവൾക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് അവസാനം റെഡിറ്റിലൊക്കെ മീം ഉണ്ടായിരുന്നേ, ഒപ്പത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒപ്പത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അവനൊപ്പം പാർട്ട് 2. വിനീതാണെന്ന് പറഞ്ഞാലും മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഹീ ഡിസൈഡഡ് ടു ഡൂ ദിസ്. ആ ഒരു ഡിസിഷൻ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് കാര്യം സംശയം. കാരണം മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഏതൊരു എന്തിനാണ് ഈ പടം ചെയ്തതെന്ന്, എന്തോ പറയണ്ട. അപ്പോൾ പറഞ്ഞ് ഒരു ജോലി കിട്ടുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുക. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അതൊരു ആക്ടറിൻ്റെ കടമയാണ്. പക്ഷെ ആ സമയത്ത് കേസിൻ്റെ വിധി എന്തായിരുന്നു എനിക്കറിയില്ല, റൈറ്റ്? എന്നിട്ട് അതിൻ്റെ അകത്ത് രാജുവേട്ടനെ കളിയാക്കണില്ലേ. ടു ബി ഓണസ്റ്റ്, ഞാനൊരു നല്ല രാജുവേട്ടൻ ഫാനാണ്, അതുകൊണ്ട് ബയാസ്ഡ് ആയിട്ട് പറയുന്നതല്ല. അല്ലെങ്കിലും ദർ ആർ സം ഇഷ്യൂസ് വിത്ത് ദാറ്റ് ഡിസിഷൻ മാൻ. ഐ കനോട്ട് എൻ്റയർലി, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ അത് പറ്റണില്ല. യാ, ചില ഫ്രെയിംസ് ആർ ലിറ്റിൽ ബിറ്റ് ഫണി. പക്ഷേ ദിസ് ടീച്ചർ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. കമൻസ് എന്ത് പറയുന്നു? ഞാൻ കണ്ടോടാ എൻ്റെ പഴയ നെയ്യാറ്റിൻകര ഗോവനെ ആറാടുകയാണ്. ഒരു പ്രതീക്ഷയില്ലാത്തത് തന്നെയാണ് ഈ പടത്തിൻ്റെ വിജയം. അൺഎക്സ്പെക്റ്റഡ് തൂക്ക് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പടം വൃഷഭ ആയിരിക്കും. പക്ഷേ കമൻറ്റ് ബോക്സ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര ഗോവൻ ഗാനഭൂഷണം. ഡയലോഗ് മനുഷ്യ ഡയലോഗ് അതാ ഒരു ക്ലീശ ഡയലോഗ്സ് മാൻ. വലിയ പ്രതീക്ഷ ഒന്നുമില്ലാതെ ട്രെയിലർ കണ്ടു, എങ്കിലും ഇത് നല്ലതാവുമെന്നൊരു ഫീല് വരുന്നു. യാ, പിന്നെ അതാ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ട്. അതാണ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്. ജനറലി നമ്മൾ ഇങ്ങനത്തെ മൂവീസൊക്കെ റീസെൻ്റ് കണ്ടതൊക്കെ ഈ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് അധികം കണ്ടിട്ടില്ല. നമ്മൾ എന്താ പറയുക, പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് മൂവീസ് ഇപ്പോൾ ധീരയിലൊക്കെ ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ട് കുറേ. അതാണ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ദ മൂവീസ് ഇൻട്രസ്റ്റിംഗ്. ബട്ട് ധീരയിലെ പോലൊരു കോൺസെപ്റ്റാണ് ഇവിടെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. മോഹൻലാൽസ് പാസ്റ്റ് റീഇൻകാർണേഷൻ ആൻഡ് പാസ്റ്റിലുള്ള വില്ലന്മാർ ഇസ് ട്രൈങ് ടു ക്യാച്ച് അപ്പ് വിത്ത് ദ പ്രസൻറ്റ്, റൈറ്റ്? ഓക്കെ, very interesting. It is interesting. That will be it, people. This is actually not bad. ഉടനെ നമുക്ക് ഇതിൻ്റെ റിവ്യൂസ് കിട്ടി തുടങ്ങും. ഞാൻ റിവ്യൂസ് കേട്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്, without directly going to the movies. So I'm waiting for the movie to come out. It's going to be interesting. That will be it, people. If there is any other movies or trailers or something that you want me to react to, let me know in the comment section below, and I'll take a look. And I'll see you guys next video. Goodbye.